ഇന്നലത്തെ ഇന്ത്യയുടെ വിജയശില്പി സഞ്ജു ആയിരുന്നു. ഇന്ത്യ മൊത്തം സഞ്ജുവിനെ പുകഴ്ത്തി പാടി. സഞ്ജുവാണ് ഇന്ത്യയെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായേനെ. ഇന്നലെ കളി കഴിഞ്ഞ് സഞ്ജു ചെയ്തൊരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 97 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് പോരാടി. ക്യാപ്റ്റൻ സൂര്യ വരെ വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു ഒരു ക്യാപ്റ്റന്റെ കടമയാണ് അവിടെ നിർവഹിച്ചത്. സഞ്ജുവിന് വേണമെങ്കിൽ വേഗത്തിലടിച്ച് സെഞ്ചുറി നേടാമായിരുന്നു. എന്നാൽ സഞ്ജു അതല്ല ചെയ്തത്. ടീമിനെ വിജയിപ്പിക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ കളി കഴിഞ്ഞ് സഞ്ജു വരുമ്പോൾ സൂര്യകുമാർ തൻ്റെ ക്യാപ്പ് ഊരി സഞ്ജുവിനെ വണങ്ങുകയാണ് ചെയ്തത്. സൂര്യയ്ക്ക് വരെ കാര്യം മനസ്സിലായി. സഞ്ജു അത്രയ്ക്കും മികച്ചവനാണ്. എല്ലാവരും സഞ്ജുവിനെ വാരിപ്പുണരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സഞ്ജുവിൽ നിന്ന് ഇതുപോലത്തെ ഒരു പ്രകടനം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സഞ്ജു ഇത്രയ്ക്കും വലിയ സെൻസിബിൾ ഇന്നിങ്സാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഇന്നലെ സഞ്ജു കളി കഴിഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് ഒരു 5 നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സാധാരണ ശൈലിയിലല്ല സഞ്ജു ഇന്നലെ സെലിബ്രേഷൻ നടത്തിയത്. സഞ്ജു രണ്ടും കൽപ്പിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഇത്. തൻ്റെ ചുമലിൽ ടീമിനെ ജയിപ്പിക്കണമെന്ന്. അതങ്ങനെ സാധ്യമാക്കി. ഏതൊരു ക്രിക്കറ്റ് താരത്തിൻ്റെയും ആഗ്രഹമായിരിക്കും അത്. 50 അടിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കും. എന്നാൽ ടീമിനെ വിജയിപ്പിക്കാൻ അതത്ര ഈസിയല്ല. പണ്ട് കോഹ്ലിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കോഹ്ലിയുടെ റെക്കോർഡ് വരെ സഞ്ജു മറികടന്നിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ കളി മികവ് എന്താണെന്ന് ഇന്നലെ ക്രിക്കറ്റ് ലോകം മൊത്തം മനസ്സിലാക്കി. സഞ്ജു ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറും. വരാൻ പോകുന്ന സെമി ഫൈനലിലും സഞ്ജുവിനെയാണ് എതിർ ടീമുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് സെമി ഫൈനൽ നടക്കുന്നത്. സഞ്ജുവിനെ എങ്ങനെ പൂട്ടാമെന്നാണ് അവർ ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.